ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൽമാൻ റുഷ്ദിയുടെ ഒരു മാസ്റ്റർ പീസിനെ കുറിച്ചാണ്, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരാളുടെ മാത്രം ജീവിതകഥ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കഥയായി മാറുന്നത് എങ്ങനെയെന്ന്? ആ ഒരു മാജിക്കിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എങ്ങനെയാണ്, അല്ലേ? എങ്ങനെയാണ് ഒരാളുടെ ജീവിതം ഒരു രാജ്യത്തിന്റെ തന്നെ കഥയായി മാറുന്നത്? ഈ ഒരു അത്ഭുതകരമായ ബന്ധം, അതിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് പോയി നോക്കാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നാഷണൽ അലിഗറി അഥവാ ദേശീയ രൂപകം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. ആ പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. അതായത്, ഒരു കഥയിലെ പ്രധാന കഥാപാത്രമല്ലേ, അയാളുടെ ജീവിതം അത് ആ രാജ്യത്തിന്റെ തന്നെ ഒരു കണ്ണാടിയായി മാറുന്നു. അയാളുടെ സന്തോഷവും ദുഃഖവുമെല്ലാം രാജ്യത്തേതുമായി മാറുന്നു. അത്രയുള്ളൂ. ഓക്കേ, അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് സലീം സിനായ എന്ന നായകനിൽ നിന്നാണ്. സലീമിന്റെ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല. എപ്പോഴാണെന്നോ, 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി. അതായത് ഇന്ത്യ സ്വതന്ത്രമായ അതേ നിമിഷം. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ വെറുമൊരു കുട്ടിയല്ലാതായി, ഇന്ത്യയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. പക്ഷേ റുഷ്ദി ഇവിടെ നിർത്തിയില്ല. അദ്ദേഹം ഈ ആശയത്തെ ഒരു പടി കൂടി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. ഇത് വെറുമൊരു സങ്കല്പമല്ല കേട്ടോ. സലീമിന്റെ ശരീരം അത് ശരിക്കും ഇന്ത്യയുടെ ഒരു മാപ്പാണ്. രാജ്യത്തിന്റെ ഭൂപ്രകൃതി, അതിന്റെ പ്രശ്നങ്ങൾ എല്ലാം അവന്റെ ശരീരത്തിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോ സലീം ഒറ്റയ്ക്കായിരുന്നോ? അല്ല. കഥയുടെ മാന്ത്രികത ശരിക്കും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇന്ത്യ സ്വതന്ത്രമായ ആ ആദ്യത്തെ ഒരു മണിക്കൂറിലെ ആ സമയത്ത് ജനിച്ച മറ്റു കുട്ടികൾ, അവർക്കെന്തായിരുന്നു പ്രത്യേകത? നമുക്ക് നോക്കാം. 1001, അതെ, 1001 കുട്ടികൾ. അറബി കഥകളിലെ 1001 രാവുകൾ ഓർമ്മ വരുന്നില്ലേ? ആ സംഖ്യ തന്നെ കഥയ്ക്ക് ഒരു മാന്ത്രിക ലോകത്തിന്റെ ഫീൽ തരുന്നുണ്ട്, അല്ലേ? സലീമിന്റെ ശക്തി എന്തായിരുന്നു എന്നറിയാമോ? മറ്റുള്ളവരുടെ മനസ്സിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക് കടന്നു ചെല്ലാനുള്ള കഴിവ്. പക്ഷെ മറ്റുള്ളവരും ഒട്ടും മോശമായിരുന്നില്ല. ഓരോ കുട്ടിക്കും ഓരോ അത്ഭുത സിദ്ധിയുണ്ടായിരുന്നു. ചിലർക്ക് ജാതിയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് രൂപം മാറാൻ പറ്റുമായിരുന്നു. മറ്റു ചിലർക്ക് ഏതു ഭാഷയും ഒറ്റയടിക്ക് പഠിക്കാം, ഭാവി പ്രവചിക്കാം. ശരിക്കും പറഞ്ഞാൽ പുതിയ ഇന്ത്യയുടെ എല്ലാ സാധ്യതകളും ആ കുട്ടികളിലുണ്ടായിരുന്നു. ഇനി രാജ്യത്തുണ്ടായ വലിയ ചരിത്ര സംഭവങ്ങളില്ലേ, അതൊക്കെ സലീമിനെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. അവനതൊന്നും വെറും പത്രവാർത്തകളായിരുന്നില്ല, മറിച്ച് അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, ആഴത്തിൽ മുറിവേൽപ്പിച്ച യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഇവിടെയാണ് ശരിക്കും കഥയുടെ ഹൃദയം. സലീമിന്റെ ജീവിതത്തിലെ ഓരോ ദുരന്തവും ഇന്ത്യയുടെ രാഷ്ട്രീയ മുറിവുകളുടെ ഒരു നേർക്കാഴ്ചയാണ്. ഉദാഹരണത്തിന്, ജനിച്ചയുടനെ അവനെ ആശുപത്രിയിൽ വെച്ച് വേറൊരു കുട്ടിയുമായി മാറ്റുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ സ്വത്തം നഷ്ടപ്പെട്ടില്ലേ? അതിന്റെ ഒരു പ്രതീകം തന്നെയല്ലേ ഇത്? അപ്പോ തുടക്കത്തില് ഇങ്ങനൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അല്ലേ? ഒരു ഐക്യ ഇന്ത്യ എന്ന സ്വപ്നം. പക്ഷേ ആ സ്വപ്നത്തിന് പിന്നീട് എന്തു പറ്റി? നമുക്ക് നോക്കാം. സലീം തന്റെ ടെലിപ്പത്തിക് പവർ ഉപയോഗിച്ച് ഈ 1001 കുട്ടികളെയും ഒരുമിപ്പിച്ചു. ഒരു സൈക്കിക് കോൺഫറൻസ്. അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു, ഒരു പുതിയ തുടക്കം. പക്ഷേ ഇന്ത്യയുടെ ഐക്യമെന്ന സ്വപ്നത്തിന് എന്ത് സംഭവിച്ചോ അത് തന്നെ അവിടെയും സംഭവിച്ചു. മതം, ഭാഷ, ജാതി, ഇതിന്റെയൊക്കെ പേരിൽ അവർ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു. നോവലിലെ വളരെ ശക്തമായൊരു വാചകമുണ്ട്: നമ്മൾ വീണ്ടും വിഭജിക്കപ്പെടുകയാണ്, വാളുകൾ കൊണ്ടല്ല, അക്ഷരമാലകൾ കൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭാഷയുടെയും പ്രദേശത്തിന്റെയും പേരിലുണ്ടാകുന്ന പുതിയ ഭിന്നതകളെപ്പറ്റി ഇതിലും മനോഹരമായി എങ്ങനെയാണ് പറയുക? ഇവിടം മുതലാണ് കഥ കൂടുതൽ ഇരുട്ടിലേക്ക് പോകുന്നത്. സ്വാതന്ത്ര്യം നൽകിയ വാഗ്ദാനങ്ങൾ, അവയെല്ലാം എങ്ങനെയാണ് ലംഘിക്കപ്പെട്ടത്? ആ വലിയ സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഒന്നൊന്നായി തകർന്നുപോയത്? നമുക്ക് കാണാം. ഓർക്കുന്നില്ലേ, ആശുപത്രിയിൽ വെച്ച് സലീമുമായി മാറിപ്പോയ മറ്റേ കുട്ടി? അവനാണ് ശിവ. ഇവർ രണ്ടുപേരും ഇന്ത്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന രണ്ട് വഴികളാണ്, രണ്ട് സാധ്യതകൾ. സലീം ഓർമ്മയുടെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാകുമ്പോൾ ശിവയോ, അവൻ അക്രമത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായി മാറുന്നു. ഒരുപക്ഷെ ഈ നോവലിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിമർശനം വരുന്നത് ഇവിടെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥ. റുഷ്ദി അതിനെ കാണുന്നത് വെറുമൊരു രാഷ്ട്രീയ സംഭവമായിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭാവിയെ, ആ മിഡ് നൈറ്റ്സ് ചിൽഡ്രനെ, അവരുടെ പ്രതീക്ഷകളെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണെയാണ്.
ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത്രയൊക്കെ ദുരന്തങ്ങൾക്ക് ശേഷവും സലീം തന്റെ കഥ പറയാൻ തുടങ്ങുന്നു. എന്തിനായിരിക്കും അവനത് ചെയ്യുന്നത്? വെറുമൊരു കഥ പറച്ചൽ എങ്ങനെയാണ് ഒരു ശക്തമായ ചെറുത്തുനിൽപ്പാകുന്നത്? നോവലിന്റെ ആത്മാവ് തന്നെ എവിടെയാണ്? നോവൽ മുന്നോട്ട് വെക്കുന്ന ആശയം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പറയാം. നോക്കൂ, എപ്പോഴും അധികാരികൾ ഒരു ഒഫീഷ്യൽ ചരിത്രം ഉണ്ടാക്കും, അല്ലേ? എന്നിട്ട് പലതും നമ്മളെക്കൊണ്ട് മറപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ മറവിക്കെതിരെ പൊരുതാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? നമ്മുടെയൊക്കെ സ്വകാര്യ ഓർമ്മകളാണ്. അപ്പോൾ ആ ഓർമ്മകൾ നമ്മൾ പറയുമ്പോൾ അത് വെറുമൊരു കഥ പറച്ചിലല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായി മാറുന്നു. ഈ നോവലിലെ ഒരു വാചകത്തിൽ ഇതിന്റെയെല്ലാം സത്തുണ്ട്. ഒരൊറ്റ ജീവിതം മനസ്സിലാക്കാൻ നിങ്ങൾ ലോകം മുഴുവൻ വിഴുങ്ങേണ്ടി വരും. ശരിയല്ലേ? സലീമിന്റെ കഥയിലൂടെ നമ്മൾ ശരിക്കും വിഴുങ്ങിയത് ഇന്ത്യയുടെ തന്നെ ചരിത്രമാണ്. അപ്പോ അവസാനം ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒരു രാജ്യത്തിന്റെ കഥ അതിലെ ആളുകളുടെ മുറിവുകളിലാണ് എഴുതുന്നതെങ്കിൽ ആ കഥ പറയാൻ ആർക്കാണ് ശരിക്കും അവകാശം? അധികാരികൾ എഴുതിവെക്കുന്ന ചരിത്രമാണോ ശരി, അതോ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ഓർമ്മകളാണോ? ഇതിനൊരുത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക.